ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എത്ര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. ഞങ്ങൾ സഹസ്രക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ലണ്ടനിൽ തന്നെ ഉള്ളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ 2 ദിവസം മുന്നേ അമ്പലത്തിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കാറ്റ്, തണുപ്പ് കൊണ്ട് ഭയങ്കര കാറ്റും. കറക്റ്റ് സമയത്തിന് എത്തി എന്തായാലും. അതെ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ഓവറാണോ ഈ മാല? കുറച്ച് ഓവറാണോ എന്നൊരു ഡൗട്ട് എന്നൊക്കെ. എന്തായാലും ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. അപ്പൊ അമ്പലത്തിൽ, അതെ, അമ്പലത്തിൽ പോയിട്ട് കാണാം. അച്ഛനും കൂട്ടരും ദേ പോണു. Just leave the buggy here, take the baby. You can leave there. I'll in the hot floor. ഇത് മേടിക്കുന്നുണ്ടോ? അത് മേടിക്കാം. വരും മേടിക്കണം. മുല്ലപ്പൂ ഉണ്ട് മേടിക്കില്ല. ഇതൊന്നും ഇതൂടെ മാല ഇട്ട് കൊടുക്ക്. ചേട്ടാ, വഴിന്ന് മാറ്റി വെക്ക്. അത് സിറ്റുകൊണ്ട് അകത്ത് കൊടുക്കും. ഈ വാല് മുറിക്കാൻ നല്ലതായിരുന്നു. പക്ഷേ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. ഗ്രൂപ്പിയുടെ സ്റ്റിക്കറായിട്ട് സൗണ്ട് കേട്ടിട്ടാണ്.
ओजोसि कर्मणि आचार्यं प्रार्थयामः 3 times स्वाहा 3 times സന്തോഷം നോക്കിക്കേ. പെട്ടെന്ന് വേറെ ഏതോ സ്ഥലത്ത് അത് ചിന്തിച്ചു പോയി. അപ്പ സുന്ദരി ഇതിന് ചോറ് തിന്നാൻ വന്നതാ. ചോറ് തിന്നാ ചോറ് തിന്നിട്ട് കഞ്ഞത് എന്റെ കഞ്ഞ് ഇത് ഇവരെയൊക്കെ കൂറിയിട്ടേക്കുന്നത് ശ്യാമിയും കണ്ട നല്ല സന്തോഷാവുന്നു. നല്ല മണം നെയ്ത നെയ്യൊക്കെ തിന്നല്ലേ കാഴ്ച തിന്നാ കാഴ്ച തിന്നാ ഞാൻ കുറച്ച് നിമിഷത്തേക്ക് വയലൻസ് മൂടായിരുന്നു. കുറച്ചൊക്കെ വയലൻസ് ആയിരുന്നു. നല്ല ശബ്ദമായിരുന്നു. മസാല ദോശ അതാ ഞാൻ നോക്കി ഒന്നും മനസ്സിലാവില്ല. മിക്സഡ് ബ്രോ. അറ്റാക്ക്. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാല്ലേ.
ഇന്നത്തെ വ്ളോഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ തുടങ്ങിയ വ്ളോഗ് എവിടെ എത്തിയില്ല. ഇന്നലെ തുടങ്ങിയ വ്ളോഗ് എവിടെ എത്തിയില്ല. ഞാൻ ഈ പറഞ്ഞു തുടങ്ങുമ്പോണ്ടല്ലോ എൻ്റെ നാക്ക് കയറി കൊളുത്തും. ആ മര്യാദയ്ക്ക് നോർമലി സംസാരിക്കുമ്പോൾ അങ്ങനെയില്ല, പക്ഷെ വീഡിയോ ഓണാക്കി സംസാരിക്കുമ്പോഴത്തേക്കും പിടിക്കും അങ്ങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതെ, അതിനു മുന്നേ നനയുന്നുണ്ട്. അത് കുഴപ്പമില്ല, കുറച്ചൊക്കെ നനയണം. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ തലേന്നത്തെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, തലേ ദിവസത്തെ വീഡിയോ ചോറൂണിൻ്റെ. അത് അങ്ങനെ ഒരു വ്ളോഗാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. പക്ഷേ ഞങ്ങളുടെ കയ്യിരിപ്പ് കാരണം ഞങ്ങളത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ ഇന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, പുതിയൊരു വ്ളോഗ് വെച്ച് കാണുന്നവരെ ബൈ പറഞ്ഞേ. ടാറ്റാ, ബൈ ബൈ. എന്തോ ഈ നെറ്റ് നിറയെ. കൂടെ വന്ന രണ്ടെണ്ണത്തിനെ കാണുന്നില്ല. എടി നീ ശ്രദ്ധിച്ചോ, തിരിഞ്ഞു നോക്ക്, ആരുമില്ല. ആ ബസ് സ്റ്റോപ്പിലെങ്ങാനും കയറുന്നില്ല. കൂടെ വന്നവരെ കാണുന്നില്ല. ഫോട്ടോ എടുക്കുക തോന്നുന്നുണ്ട്. ഫോട്ടോ കിട്ടി പതിവ്. എന്നാ പിന്നെ കുറച്ച് സംസാരിക്കാം അല്ലേ. ചോറ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ട്, മറ്റേ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് എന്തോ പൂജ എന്തോ നടക്കുമായിരുന്നു. അപ്പോൾ ഇവളാകെ പേടിച്ചു. ഇത്രയും വലിയ സൗണ്ട് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. ഒരു കോള് വന്നു, അപ്പോഴേക്കും വീഡിയോ കട്ടായി. അപ്പം ആദ്യമായിട്ട് സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഇവള് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. പേടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ചോറ് കൊടുത്ത് കഴിയുന്നവരെ അവൾ കരഞ്ഞു. നിന്നാലോ നനയത്തില്ലല്ലോ. ചാച്ചു അങ്ങനെ നിൽക്കണേ. നോക്കട്ടെ ഇങ്ങോട്ട് വെച്ചു. അത്രയും ചിരിക്കണ്ട, അത്രയും കുറച്ച് ഒന്ന് ബ്രൈറ്റ്നസ് കുറയ്ക്കാവോ? ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കൂ. കൊമ്പ് മുളച്ചു. എത്ര നേരം ഇതെങ്കിലും 1 മില്യൺ അടിക്കണം. നമുക്ക് ഈ വീട് അരുൺ ബ്രോ, നമുക്ക് BM-ന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്താലോ? അല്ലല്ല, എന്നാ പിടിച്ചോണ്ടില്ല. നമുക്ക് ഒരു വൈറൽ കണ്ടന്റ് 1 മില്യൺ. അവസാനം ബെല്ലൈക്കൺ ഓംബ്രാട്ടി ഇപ്പൊ അടുത്തരാം. നമ്മുടെ അടുത്ത മാഷ് ടാറ്റാ. നമുക്ക് ഫോട്ടോ എടുക്കാം. ബൈ ഗൈസ്. എവിടുന്നാ ഇതിലേക്ക്? അതെ, കേറിക്കോ.